എൻ്റെ പേര് ഫാദർ ജെയിംസ് മാമ്മൂട്ടിൽ. എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ശാന്തിഗിരി ബഥനി ആശ്രമമാണ്, ഒരു ധ്യാനാശ്രമമാണ്. ഇതിൻ്റെ സുപ്പീരിയറായിട്ട് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നു. 54 വർഷമായിട്ട് സന്യാസ ജീവിതത്തിൽ ഞാൻ തുടരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കാൻ നല്ലവനായ ദൈവം എനിക്ക് അവസരം തന്നു. വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുവാനും പഠിക്കുവാനും ഒക്കെയും എനിക്ക് സാധിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. പഞ്ചാബ്, ലുധിയാന, കൽക്കട്ട, ഹൈദരാബാദ്, ബോംബെ, പൂന, അതോടൊപ്പം തന്നെ കേരളത്തിൽ കോട്ടയം, തിരുവല്ല, പെരുമ്പാവൂർ, ആലുവ, തിരുവനന്തപുരം, നാലാഞ്ചിറ, നെടുമങ്ങാട്, കാഞ്ഞിരംകുളം, ഇങ്ങനെ വിവിധ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം അവസരം തന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും പാരീസിലാണ് എൻ്റെ ഉപരിപഠനം ഞാൻ നിർവഹിച്ചത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും റോമിലും ബെത്ലഹേമിലും ജെറുസലേമിലും മറ്റനേക രാജ്യങ്ങളിലും സന്ദർശിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. പ്രധാനമായിട്ടും എൻ്റെ ദൈവവിളിയെ പറ്റിയാണ് എനിക്ക് പറയാനായിട്ട് ആഗ്രഹം. പത്തനംതിട്ട വെട്ടിപ്പുറം എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കളുടെ പേര് ശ്രീമാൻ മാമൻ തോമസ് ആൻഡ് ശ്രീമതി എലിയാമ്മ. അവിടെ നിന്ന് കോഴഞ്ചേരി അയിരൂരാണ് 1ാം ക്ലാസ് മുതൽ ഞാൻ പഠിക്കുവാനായിട്ടിടയായത്. ഈ അവസരത്തിൽ മാർത്തോമ ഹൈസ്കൂൾ എന്ന് പറയുന്ന പ്രശസ്തമായ സ്കൂളിലാണ് ഹൈസ്കൂൾ വരെ പഠിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത്. ഈ പഠിക്കുന്ന അവസരത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ വെട്ടിപ്പുറത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് തേക്കുതോട് എന്ന സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുവാൻ ഇടയായി. അവിടെ സ്കൂളും മറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ മാതൃഭവനത്തിലായ കോഴഞ്ചേരി അയിരൂര് പഠിക്കാനായിട്ട് എനിക്ക് പോകേണ്ടി വന്നത്. എൻ്റെ ഇടവകയിൽ ബഥനി ആശ്രമത്തിൽ നിന്ന് ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട ഫാദർ സ്റ്റീഫൻ തിരുവാലിൽ ധ്യാന പ്രസംഗത്തിനായിട്ട് വന്നു. ധ്യാന പ്രസംഗത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പദ്ധതിയായിട്ട് എല്ലാ വീടുകളും സന്ദർശിക്കുക എന്നുള്ളൊരു പരിപാടിയും ഉണ്ടായിരുന്നു. ഈ വിധത്തിൽ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മാതാവ് ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനെ കോഴഞ്ചേരി അയിരൂരിൽ പഠിക്കുന്നുണ്ട്, അവന് ദൈവവേലയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് നമ്മുടെ സ്കൂളിലേക്ക് മാറത്തക്കവണ്ണം TC വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. കുമ്പഴ ഉള്ള താബോർഗിരി ആശ്രമത്തിൽ വന്ന് എന്നെ കാണുക എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലാണ് നാം ഇവിടെ കാണുക. ഞാൻ ഒരു സ്ഥലത്ത് പഠിക്കുന്നു. എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട വൈദ്യനോട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കുമ്പഴയുള്ള താബോർ ബഥനി ആശ്രമത്തിൽ വന്ന് സന്ദർശിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ പോയി. പിന്നീട് 9ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി കഴിഞ്ഞപ്പോൾ കറ്റാണത്ത്, കായംകുളം അടുത്ത് കറ്റാണത്ത് പോപ്പ് വയസ് 11 ഹൈസ്കൂളിലേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് TC വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വൈദ്യരാകാൻ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പസ്റ്റോലിക് സ്കൂളെന്നാണ് ആശ്രമത്തിൽ അതിനെ വിളിക്കുന്നത്.
അവിടെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചു. ആ അവസരത്തിൽ കത്തോലിക്ക സഭയെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളും ആത്മീയ ജീവിതത്തെ സംബന്ധിക്കുന്ന അറിവുകളും അതോടൊപ്പം തന്നെ ജീവിതത്തെ സംബന്ധിക്കുന്ന ബോധ്യവും ധാരാളമായി ലഭിക്കുവാൻ എനിക്കിടയായി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ആയിരുന്ന സമയത്ത് തന്നെ ആത്മീയ കാര്യങ്ങളോട് പ്രത്യേകമായൊരു ആഭിമുഖ്യം എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദർശ വ്യക്തിത്വങ്ങളായ മഹാത്മജിയോടും അതോടൊപ്പം തന്നെ വലിയ ആദർശ പുരുഷന്മാരോടും പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പവും അവരുടെ ആദർശങ്ങളെ സംബന്ധിച്ച ബഹുമാനവും അതേപ്പറ്റി കൂടുതൽ പഠിക്കാനും വായിക്കാനുമുള്ള താല്പര്യവും ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ സ്വകാര്യമായിട്ട് ഒറ്റയ്ക്ക് മാറിയിരുന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ധാരാളം സാഹചര്യങ്ങൾ 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോഴൊക്കെയും വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവിതത്തെ സംബന്ധിച്ച ഒരു പ്രത്യേക അവബോധം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവവേലയ്ക്ക് പോകണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഏത് രീതിയിലാണ് എവിടെയാണ് എന്നുള്ളതിനെപ്പറ്റിയൊന്നും യാതൊരു വിധമായ തീർച്ചയും ഉണ്ടായിരുന്നില്ല. എങ്കിലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ തിരുവാലച്ചൻ, ബഥനി ആശ്രമത്തിലെ ഒരു വൈദികനാണ്, അദ്ദേഹം ഇടവകയിൽ വരികയും ഈ പറയുന്നതുപോലെ ഭവനം സന്ദർശിക്കുകയും അങ്ങനെ ഈ വിധത്തിലുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത്. 8ാം ക്ലാസ്സിലും മറ്റും ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിലേക്കും മറ്റും പോകുമ്പോൾ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ശ്രദ്ധയോടുകൂടി പള്ളി കാര്യങ്ങളിലും സഭാകാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുമായിരുന്നു. അതിന് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എൻ്റെ അങ്കിൾ ജോയി അരൂർ, അദ്ദേഹം ബാലനസ്യത്തിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു. ശ്രീമാൻ ഉമ്മൻചാണ്ടിയോടൊപ്പം 1960 ബാലനസ്യത്തിൻ്റെ പ്രവർത്തകനായിട്ട് അരൂർ പ്രദേശത്തെ മുഴുവൻ ചെറുപ്പക്കാരുടെ ഒരർത്ഥത്തിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. 1960 ശ്രീമാൻ ഉമ്മൻചാണ്ടി അഖില കേരള ബാലനസ്യത്തിൻ്റെ പ്രസിഡൻ്റാകാൻ വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അദ്ദേഹത്തോടൊപ്പം ശ്രീമാൻ വർഗീസ് വില്ലോത്ത് തുടങ്ങിയ ആളുകളും അക്കാലത്ത് ബാലനസ്യത്തിൽ പ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്നു. ബാലനസ്യത്തിൽ പ്രവർത്തിച്ചത് വഴിയായിട്ട് പ്രസംഗിക്കാനും അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനും പൊതുവായിട്ട് ഒരർത്ഥത്തിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനും മറ്റും എനിക്ക് അവസരം ലഭിച്ചു. പ്രസംഗ മത്സരത്തിൽ സമ്മാനം ലഭിച്ചു. സ്കൂളിലും പ്രസംഗ മത്സരത്തിൽ സമ്മാനം ലഭിച്ചു. അതോടൊപ്പം തന്നെ നല്ല പ്രസംഗകരുടെ പ്രസംഗങ്ങളും മറ്റും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ചെറുപ്പകാലത്തിലെ ഒരു ശീലമായിരുന്നു. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എൻ്റെ രീതിയായി മാറി. 27ാം സങ്കീർത്തനം 4ാം വാക്യം ഞാൻ കർത്താവിനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, എന്ന് യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നതിനും അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നതിനും തന്നെ എന്ന വാക്യം എന്നെ വളരെയധികം ആകർഷിച്ചു. അത് ഞാൻ തുടർച്ചയായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ഏതാണ്ട് സ്കൂൾ ഫൈനൽ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അതിൻ്റെ അടുത്ത പടി എന്നുള്ള നിലയിൽ ബഥനി ആശ്രമത്തിൻ്റെ അർത്ഥിപദം ആസ്പിരൻസി എന്ന് പറയുന്ന പ്രത്യേക പരിശീലന ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. 1967 ഒരു വർഷം അർത്ഥിപദം. അതിനുശേഷം 1968 തിരുവനന്തപുരം നാലാഞ്ചിറയിൽ സന്യാസ പരിശീലനത്തിൻ്റെ പഠനം ആരംഭിച്ചു. നോവിഷ്യേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മുതൽ ഈ കാവിക്കുപ്പായം ഞാൻ ധരിക്കാൻ തുടങ്ങി.
അതിൻ്റെ അവസാനത്തിൽ 1969 മെയ് മാസത്തിൽ സന്യാസത്തിൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തി. വ്രതവാഗ്ദാനം എന്നാണ് സന്യാസ ഭാഷയിൽ അത് പറയുക. പിന്നീട് മാർവിയാൻസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. അപ്പോൾ സഹപാഠികളായിട്ട് ഇന്നിപ്പോൾ മെത്രാനായിരിക്കുന്ന അഭിനന്യ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനിയും അഭിനന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയും അതോടൊപ്പം തന്നെ അഭിനന്യ ജോഷ മാർ ഇഗ്നാത്യോസ് പിതാവും അന്ന് എന്നോടൊപ്പം പഠിച്ചിരുന്ന ആളുകളാണ്. അന്ന് പഠിച്ചിരുന്ന ധാരാളം ആളുകൾ പിന്നീട് വൈദികരായി. അതിനുശേഷം പൂന ആശ്രമത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക സെമിനറിയാണ് പൂന പേപ്പലത്തനയം അല്ലെങ്കിൽ JDV ജ്ഞാനദീപ വിദ്യാപീഠ് എന്ന് പറയുന്ന സെമിനറിയിലേക്ക് പഠിക്കാനായിട്ട് വൈദ്യപരിശീലനത്തിനായിട്ട് പോയി. അവിടെ പഠിത്തം പൂർത്തിയാക്കിയതിന് ശേഷം 1978 മെയ് 1 തണ്ടിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഭാഗ്യസമാർഹനും പുണ്യശ്ലോകനുമായ അഭിനന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ കരങ്ങളാൽ വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്. മദാപ്പാറ അല്ലെങ്കിൽ അയിരൂര് മർത്തോമാക്കാരുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞു. അവിടെ അധ്യാപകനായിരുന്ന ഐക്കാട്ട് കോശി സാറ് ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു, ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്? സാധാരണ ക്ലാസ്സിൽ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് അന്നത്തെ ചൈനീസ് ഭരണാധികാരിയുടെ പേര് ഞാൻ പറഞ്ഞു, മാവോ സേതുങ് എന്നൊക്കെ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് പോപ്പാണ്. മറ്റനേകം ആളുകൾക്കും നേതാക്കന്മാരെന്നൊക്കെ പറയുമെങ്കിലും അവരൊക്കെ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ കുറേ ആളുകളുടെ മാത്രം നേതാവും ഒക്കെയാണ്. എന്നാൽ റോമിലെ പോപ്പ് എന്ന് പറയുന്നത്, മാർപ്പാപ്പ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കീഴിലുള്ള മുഴുവൻ ആളുകളുടെയും അധിപനാണ്, നേതാവാണ്, ആചാര്യനാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് റോമിലെ പോപ്പാണ് എന്ന് അദ്ദേഹം ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്ഭുതമായിരുന്നു. ഒരു മർത്തോമ സഭാ വിശ്വാസിയായ അധ്യാപകൻ ഈ വിധത്തിൽ പറഞ്ഞു എന്ന് വന്നപ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് കൂടുതൽ അറിവ് അന്ന് എനിക്കുണ്ടായിരുന്നില്ല. എങ്കിലും കത്തോലിക്ക സഭയിലെ ഞങ്ങൾ അംഗങ്ങളായി ഓർത്തഡോക്സ് സഭയിൽ നിന്നും യാക്കോബായ സഭയിൽ നിന്നും വ്യത്യസ്തമായി റോമിലെ മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭ ലോകത്തിലെ ഏതാണ്ട് 140 കോടി അംഗങ്ങളും ഏതാണ്ട് 6 ലക്ഷത്തോളം വൈദികരും 5500ഓളം മെത്രാന്മാരും ലോകത്തിലെല്ലാ സ്ഥലത്തും പ്രവർത്തനവും ഉള്ള ഒരു സഭയാണ് വിശുദ്ധ കത്തോലിക്ക സഭ. മലങ്കര കത്തോലിക്ക സഭയിലെ അംഗമാകുന്നത് വഴിയായിട്ട് ലോകവ്യാപകമായ കത്തോലിക്ക സഭയുടെ അംഗമായി തീരുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നാം ചെന്നാലും കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. കത്തോലിക്ക വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നു, കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ കാതോലികം എന്നതാണ് യൂണിവേഴ്സൽ, എല്ലായിടത്തും ഉള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും. അതാണ് വിശുദ്ധ കത്തോലിക്ക സഭ. ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഏതാണ്ട് 200ഓളം മെത്രാന്മാർ വിശുദ്ധ കത്തോലിക്ക സഭയിലുണ്ട്. 3 റീത്തുകളായിട്ട്, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക, സിറോ മലബാർ, ലാറ്റിൻ കാത്തലിക്, ഇങ്ങനെ 3 റീത്തുകളായിട്ട് ഇന്ത്യയിൽ തന്നെ 200ഓളം മെത്രാന്മാരും 170-ലധികം രൂപതകൾ അല്ലെങ്കിൽ ഭദ്രാസനങ്ങളും കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട്. ഈ സഭയിലെ അംഗമാകുവാനും ഈ സഭയിലെ വൈദ്യനാകുവാനും
ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും ലഭിച്ച ഭാഗ്യത്തെ സംബന്ധിച്ച് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ, ഇന്ത്യയിലെ സഭയുടെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ. എന്നാൽ 16-ാം നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ട് വരെ, 1653 വരെ ഏകയോഗക്ഷേമമായിട്ട് പേർഷ്യയിൽ നിന്നുള്ള വൈദികരുടെ ആരാധനക്രമം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ സഭ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിയുമ്പോൾ പോർച്ചുഗീസ് രീതിയിലുള്ള, ലാറ്റിൻ രീതിയിലും മറ്റുമുള്ള ആരാധനക്രമങ്ങളും മറ്റും എടുക്കുന്നതിന് ഇടയായി. അത് സംബന്ധിച്ച് സിറിയൻസും അല്ലെങ്കിൽ ലാറ്റിൻകാരും പോർച്ചുഗീസുകാരും തമ്മിൽ തർക്കവും മറ്റും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കൂനംകുരിശ് സത്യം എന്ന ഒരു പ്രത്യേക തീരുമാനം സുറിയാനിക്കാർ അല്ലെങ്കിൽ സിറിയൻസ് എടുത്തു. 1653 അവർ ലാറ്റിൻ സഭയിൽ നിന്ന് ഭിന്നിച്ചു, പോർച്ചുഗീസുകാരിൽ നിന്ന് മാറി. എങ്കിലും സത്യം മനസ്സിലാക്കിയ ആളുകൾ വീണ്ടും കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് വന്നു. എന്നാൽ അതിലൊരു ചെറിയ വിഭാഗം അന്ത്യോക്യയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാൻ്റെ ആരാധനകളും മറ്റും സ്വീകരിച്ചു. മാർ ഗ്രിഗോറിയോസ് വേറായ ഒരാൾ 1665 കേരളത്തിൽ വന്നു. അദ്ദേഹം സാവകാശമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധനക്രമവും രീതികളും മറ്റും കേരളത്തിൽ വ്യാപകമാകുവാനായിട്ട് പരിശ്രമിച്ചു. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ കത്തോലിക്കരായിട്ട് തന്നെ നിലകൊണ്ടു. അതിൽ തന്നെ ലാറ്റിൻ കാത്തലിക്സായിട്ടും സിറിയൻ കാത്തലിക്സായിട്ടും അവർ നിലകൊണ്ടു. മാർ ഗ്രിഗോറിയോസിൻ്റെ നേതൃത്വം സ്വീകരിച്ച ആളുകൾ പിന്നീട് മാർത്തോമ എന്ന ഒരു സഭ അതിൽ നിന്ന് രൂപപ്പെട്ടു. അതുകൂടാതെ യാക്കോബായ, ഓർത്തഡോക്സ് എന്ന 2 വിഭാഗങ്ങളായിട്ട് അത് ഭിന്നിച്ചു. ഇപ്പോഴും ആ ഭിന്നിപ്പിൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ മെത്രാങ്കക്ഷി എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ടായിരുന്ന മാർ ഇവാനിയോസ് എന്നു പേരായ മെത്രാപ്പൊലീത്ത കത്തോലിക്ക സഭയുമായുള്ള ഐക്യത്തെപ്പറ്റി ചിന്തിക്കുകയും അങ്ങനെ 1653 നഷ്ടപ്പെട്ട ഐക്യം വീണ്ടെടുക്കുകയുണ്ടായി. 1930 അങ്ങനെയാണ് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വീണ്ടും കേരളത്തിൽ സ്ഥാനം ലഭിച്ചത്. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മലങ്കര കത്തോലിക്ക സഭ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർ യോഹന്നാൻ തിരുമേനി ആരംഭിച്ച സന്യാസ സമൂഹമാണ് ബഥനി ആശ്രമം. അദ്ദേഹം കേരളത്തിൽ കാതോലിക്ക സിംഹാസനം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആളാണ്. ആദ്യത്തെ കാതോലിക്കയെ വാഴിക്കുമ്പോൾ അതിന് മുൻകൈ എടുത്തത് ഫാദർ പി ടി ഗ്യൂറീസ് എന്ന ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസാണ്. പിന്നീട് അദ്ദേഹം കൽക്കട്ടയിലെ സെറാംപൂരിൽ പ്രൊഫസറായിട്ട് 1913 മുതൽ 19 വരെ ശുശ്രൂഷ ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, ഒരു സന്യാസ സമൂഹം ആരംഭിച്ചെങ്കിൽ മാത്രമേ സഭയ്ക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാവൂ. അങ്ങനെ അദ്ദേഹം ആരംഭിച്ചതാണ് ബഥനി ആശ്രമം. ആശ്രമത്തിലെ അംഗങ്ങളെല്ലാവരും കാവി വേഷവും തടിക്കുരിശും ധരിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്നിപ്പോൾ കത്തോലിക്ക സഭയിൽ ആണ് ബഥനി ആശ്രമത്തിൻ്റെ പ്രവർത്തനം. ഓർത്തഡോക്സ് സഭയിലും 1-2 ആശ്രമങ്ങളിലായിട്ട് അവർ ഇന്നിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ബഥനി ആശ്രമം എന്ന ഈ ആശയവും ഈ ആദർശവും ഈ പ്രസ്ഥാനവും പുനരീക പ്രസ്ഥാനത്തിലേക്ക് വളരുകയും അങ്ങനെ കത്തോലിക്ക സഭയുമായുള്ള ഐക്യത്തിന് അദ്ദേഹം ഹേതുഭൂതനായിത്തീരുകയും ചെയ്തു. ധാരാളം വിധത്തിലുള്ള കേസുകളും ഇന്നും തീരാത്ത വിധത്തിലുള്ള തർക്കങ്ങളും സഭകൾ തമ്മിലുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെയും സാധ്യതകൾ മനസ്സിലാക്കിയപ്പോൾ ഒരിക്കലും ഈ കേസ് അവസാനിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ മറിയോനിസ് പിതാവ്
കത്തോലിക്ക സഭയുമായി ഐക്യപ്പെടുകയും അങ്ങനെ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ആരംഭിച്ച മലങ്കര കത്തോലിക്ക സഭ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. സമാധാനത്തോടും സന്തോഷത്തോടും സർവോപരി അഭിമാനത്തോടും ആ സഭ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ തലവനാണ് അത്യഭിന്ന കാതോലിക്ക മൊറാൻമാർ ബസേലിയോസ് ക്ലീമീസ് തിരുമനസ്സുണ്ട്. ഏതാണ്ട് 14 മെത്രാന്മാരും അതോടൊപ്പം തന്നെ ധാരാളം വൈദികരും 2000-ലധികം സിസ്റ്റേഴ്സും ഈ സഭയിലുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ ശുശ്രൂഷ ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ധാരാളം വിധത്തിലുള്ള പ്രതിധാന പ്രസ്ഥാനങ്ങൾ, ധാരാളം വിധത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധാരാളം വിധത്തിലുള്ള ആതുരാലയങ്ങൾ, ധാരാളം വിധത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും സഭയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ കത്തോലിക്ക സഭ എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ പ്രത്യേകമായിട്ട് തിരുവനന്തപുരത്ത് മാർ യോഹന്നാനസ് കോളേജും മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജും മാർ ഗ്രിഗോറിയോസ് ലോ കോളേജും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സ്ഥാപനങ്ങളും മാർ തെയോഫിലോസ് ട്രെയിനിങ് കോളേജ് ഒക്കെ തന്നെ ഒരു ക്യാമ്പസിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ സ്കൂളുകൾ ആരംഭിക്കും. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാനും ഒക്കെ മലങ്കര കത്തോലിക്ക സഭ മുൻകൈയെടുത്തു. പുഷ്പേരി മെഡിക്കൽ കോളേജും ആ സഭയുടെ സ്ഥാപനമാണ്. അപ്പോൾ എല്ലാ വിധത്തിലും സഭ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി എല്ലാ തരത്തിലും ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അവരുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളത് സവിശേഷമായ ഒരു വസ്തുതയാണ്. അടുത്ത കാലത്ത് ഏതാണ്ട് 5 വർഷം മുമ്പ് 1912 മലങ്കര സഭയുടെ തലവനെ കർദിനാൾ സ്ഥാനത്തേക്ക് പരിശുദ്ധപിതാവായ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് ഉയർത്തുകയുണ്ടായി. 2005 മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനം സഭയുടെ തലവന് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സഭയിലെ എല്ലാ വിഭാഗം ആളുകളോടൊത്ത് പ്രവർത്തിക്കുന്നതിനും സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവസരമുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വ്യക്തിപരമായിട്ട് ഞാൻ പറയുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വിവിധ സെമിനാരിൽ പഠിപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചു. പാരീസിൽ ഉപരിപഠനം നടത്തുവാൻ അവസരം ലഭിച്ചു. ഫ്രഞ്ച് ഭാഷ അവിടെ പഠിച്ച് പൂർത്തിയാക്കി. മലങ്കര സെമിനാരിയിലും പൂന ബഥനി വിജ്ഞാനപീഠത്തിലും എക്യുമെനിസം എന്ന വിഷയം പ്രത്യേകമായിട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെടുകയുണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ ഇടവക വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചു. തിരുവനന്തപുരത്ത് നാലാഞ്ചിറ, തിരുവല്ലായിൽ, തിരുവമണ്ടൂർ, പാണ്ടനാട്, കോട്ടയത്ത് കളത്തിപ്പടി, ആലുവയിലെ പെരുമ്പാവൂർ, ഇങ്ങനെ പല സ്ഥലത്തും വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് ജില്ലാ വികാരിയായിട്ടും ആശ്രമത്തിൻ്റെ പ്രധാന ആശ്രമങ്ങളുടെ സുപ്പീരിയറായിട്ടും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് ഭാഗ്യകരമായ വസ്തുതയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ സഭയുടെ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും നോക്കിക്കാണുവാനും സഭാ പിതാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ സഭയെ സംബന്ധിച്ച് ശരിയായ വിധത്തിൽ അറിയാത്ത ആളുകൾ ഇന്ന് ധാരാളമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് നൽകിയ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശം ജീവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരുടെ സുപ്രധാനമായ കടമ.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം നാം വായിക്കുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ജീവിക്കാനായിട്ട് ഓരോ ക്രൈസ്തവരെയും കർത്താവായ യേശു ക്രിസ്തു ക്ഷണിക്കുന്നത്. സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കും. ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ഒരു ആകർഷണത്തെ സ്നേഹമെന്ന് വിളിക്കും. എന്നാൽ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് ത്യാഗനിർഭരമായ സ്നേഹമാണ്. എന്ത് എനിക്ക് കിട്ടും എന്നതിനേക്കാൾ എന്ത് എനിക്ക് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന സ്നേഹത്തെയാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. ഇത് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയ വിധത്തിലുള്ള ത്യാഗം ഒരുപക്ഷെ ആവശ്യമായി വരും. ത്യാഗമില്ലാത്ത സ്നേഹം, അധ്വാനമില്ലാത്ത പണം, ധാർമ്മികതയില്ലാത്ത അറിവ്, ഇവയാണ് ഏറ്റവും വലിയ തിന്മകളെന്ന് മഹാത്മജി ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച അവസരത്തിൽ അദ്ദേഹം എഴുതിയൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന യേശുദേവൻ്റെ വാക്കുകളിൽ നിന്നാണ് എല്ലാ പുരോഗതിയും ഉണ്ടായിട്ടുള്ളത്. ലോകത്തിൻ്റെ എല്ലാ പുരോഗതിയും വളർച്ചയും ഈ സ്നേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന് മഹാകവി എഴുതുകയാണ്. മഹാത്മജി ഒരിക്കൽ പറഞ്ഞു, യേശുദേവൻ്റെ മലയിലെ പ്രസംഗമാണ് എൻ്റെ ആദർശത്തിൻ്റെ അടിസ്ഥാനം എന്ന്. ശത്രുക്കളെ സ്നേഹിക്കുവാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും തിന്മ ചെയ്യുന്നവർക്ക് നന്മ പ്രതികാരം ചെയ്യുവാനും ഉപദേശിക്കുന്ന യേശുദേവൻ്റെ വാക്കുകൾ എല്ലാ തലമുറകളിലും എല്ലാ പുരുഷാന്തരങ്ങളിലും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ശക്തമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്, അവിടുത്തെ ജീവിതമാണ്, അവിടുത്തെ സമർപ്പണമാണ് ഇന്നത്തെ ലോകത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.